നമ്മുടെ ഭൂമിയുടെ കടലിന്റെ 5% അടിത്തട്ട് പോലും നമ്മൾ പൂർണ്ണമായും പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള നിരന്തരമായ ശ്രമങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. ഡൈവിംഗിൽ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ കടലിന്റെ പല ഭാഗത്തും കഴിയാവുന്നത്ര ആഴത്തിൽ പോയതിനു ശേഷം ഫോസിലുകളും സാമ്പിളുകളും സ്വീകരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവരെ കൺഫ്യൂഷൻ അടുപ്പിക്കുന്നത് ചില പ്രത്യേകതരം പല്ലുകളാണ്. ഷാർക്കുകൾ അതിന്റെ ജീവിത കാലയളവിൽ ഏകദേശം 1-2 ആഴ്ച കൂടുമ്പോൾ അവർ കഴിക്കുന്ന ആഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ പല്ലുകൾ പൊഴിക്കാറുണ്ട്. അങ്ങനെ ഒരു ഷാർക്ക് ജീവിക്കുന്ന ജീവിതത്തിന്റെ പൂർണ്ണതയിൽ 40,000-ഓളം പല്ലുകളാണ് അത് കടലിന്റെ അടിത്തട്ടിൽ നിക്ഷേപിക്കുക. ലോകത്തിന്റെ പല ഭാഗത്തും നോക്കിക്കഴിഞ്ഞാൽ അന്റാർട്ടിക്ക ഒഴിച്ച് ബാക്കി എല്ലാ കടലുകളുടെ അടിത്തട്ടിലും വളരെ വിചിത്രമായ ഒരു പ്രത്യേകതരം പല്ലിനെ ഗവേഷകർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ലോകത്ത് ഇതുവരെ കിട്ടിയ എല്ലാ പല്ലുകളെയും എടുത്ത് ഗവേഷണം നടത്തുന്ന സമയത്തും ലബോറട്ടറി പരീക്ഷണത്തിൽ മനസ്സിലാകുന്നത് അവയിൽ ഏറ്റവും പഴക്കം ചെന്ന പല്ലിന്റെ പ്രായം എന്ന് പറയുന്നത് 26 ലക്ഷം വർഷമാണ്. 2.6 million years. And this is what was swimming around in the water. It's like 20 times as big as this. അതിനിപ്പുറം ഫ്രഷ് ആയ ജീവിച്ചിരിക്കുന്ന ഒരു ജീവിയിൽ നിന്ന് ഉതിർന്നു വീണ അല്ലെങ്കിൽ ഒരു മത്സ്യത്തിൽ നിന്ന് ഉതിർന്നു വീണ പല്ല് ഗവേഷകർക്ക് ആ ടൈപ്പിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കടലിൽ ഒരുപാട് സ്രാവുകളുണ്ട്. ഈ സ്രാവുകളുടെ ഒന്നും പല്ലുകളെ മാച്ച് ചെയ്യാൻ കഴിയാത്ത ഇത്രയും കാലം മുമ്പ് ജീവിച്ചിരുന്ന ജീവി ഏതാണ്? അതിന്റെ പല്ലിന് ഇത്രയും പ്രത്യേകത എന്താണ്? നമ്മളെല്ലാം തന്നെ കേട്ട് പരിചയിച്ച മെഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മെഗലഡോൺ എന്ന് പറയുന്ന ജീവിയുമായിട്ട് ഈ പല്ലിന് സാദൃശ്യമുണ്ടോ? പരിണാമ ചരിത്രത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് വംശനാശം സംഭവിച്ചു പോയ ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും ആ ജീവിയുടെ സ്വഭാവം പഠിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളൊരു ഉദ്യമമാണ്. പ്രത്യേകിച്ച് കരയിലാണെങ്കിൽ നമുക്ക് ദിനോസറുകളുടെയൊക്കെ തന്നെ ഫോസിലുകൾ കിട്ടാനുള്ള സാധ്യത വെള്ളത്തെ അപേക്ഷിച്ച് കൂടുതലാണ്. പക്ഷേ വെള്ളത്തിൽ ഫോസിലൈസേഷൻ പ്രക്രിയ നടക്കുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും അത് ഇതിനെ ഡൈല്യൂട്ട് ചെയ്ത് മീൻസ് ദ്രവിച്ചു പോകുന്നതിന് കാരണമാകുന്ന രീതിയിലേക്ക് മാറ്റാറുണ്ട്. വെള്ളം നല്ലൊരു ഡൈല്യൂട്ടിംഗ് ഏജന്റ് ആണല്ലോ. അപ്പോൾ കടലിന്റെ അടിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മത്സ്യം, ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു മത്സ്യത്തിന്റെ സ്വഭാവം പഠിക്കുക. ഇത്തരത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഏറ്റവും ബലം കൂടിയ താടിയെല്ലുകളുള്ള ഒരു ജീവി ഏതാണ് എന്നുള്ളൊരു ചോദ്യം ഏകദേശം 26 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കണ്ണടച്ച് പറയാവുന്ന ഉത്തരമായിരുന്നു മെഗലഡോൺ. നിലവിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ജീവി എന്ന് പറയുന്നത് നീലത്തിമിംഗിലമാണ്. എന്നാൽ ആനയും നീലത്തിമിംഗിലവും ഒക്കെ വരുന്നത് ഒരേ ഫാമിലിയിലാണ്, മാമലുകളാണ്. ഇപ്പോൾ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുക, അന്തരീക്ഷത്തിൽ നിന്ന് വായു സ്വീകരിച്ച് ശ്വാസകോശത്തിന്റെ സഹായത്തോടു കൂടി ജീവിക്കുക തുടങ്ങിയ ഒരുപാട് പ്രത്യേകതകൾ കരയിൽ ജീവിക്കുന്ന മാമലുകൾക്കും അതുപോലെ തന്നെ കടലിലെ നീലത്തിമിംഗലങ്ങൾക്കും കാണാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മത്സ്യത്തിന്റെ സ്വഭാവമുള്ള വെള്ളത്തിൽ നിന്ന് ശ്വസിക്കുന്ന മുട്ടയിട്ട് ജീവികളെ വളർത്തുന്ന അസ്ഥിക്ക് പകരം കാർട്ടിലേജ് ഉള്ള വെള്ളത്തിൽ കിടക്കുന്ന ജീവികളെ മത്സ്യങ്ങളെ പരിഗണിക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ശക്തനായ ക്രൂരനായ ജീവി എന്ന് പറയുന്നത് ഷാർക്കുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകളാണ്. അപ്പോൾ ഉഷ്ണരക്തമുള്ള ഇത്തരം ജീവികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അത് കടലിന്റെ അടിയിലേക്ക് അധികം പോകാറില്ല. കാരണം താഴേക്ക് പോകുന്തോറും സൂര്യന്റെ സാന്നിധ്യം കുറവായതുകൊണ്ട് ചൂടുവെള്ളം മുകളിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും വെള്ളത്തിന്റെ സർഫസിൽ നിന്നുകൊണ്ട് ജീവിക്കാനാണ് പലപ്പോഴും ഷാർക്കുകൾക്ക് ഇഷ്ടം. എന്നാൽ ഷാർക്കുകളുടെ ചരിത്രം തേടി പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു യുദ്ധം നടക്കുന്ന ഒരു ഭീകരനായിട്ടുള്ള മറ്റൊരു ഷാർക്കിന്റെ ചരിത്രത്തിൽ കാണാം. ഒഡോട്ടസ് മെഗലഡോൺ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന വളരെ ഹിംസ്രമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ആക്രമണശേഷി കാണിച്ചിരുന്ന ഒരു മത്സ്യം ഭൂമുഖത്ത് നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഞാനീ പറഞ്ഞ ജീവിത കാലയളവിൽ 40,000 പല്ല് പൊഴിക്കുന്ന കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരത്തിൽ മെഗലഡോണിന്റെ പല്ലുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എല്ലുകൾ കിട്ടിയിട്ടില്ല. പലപ്പോഴും മുമ്പൊരു ജീവി ജീവിച്ചിരുന്നു എന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം ചോദിക്കുന്നത് ഫോസിൽ രേഖകളുണ്ടോ എന്നുള്ളതാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജീവിയുടെ ശരീരം ഇങ്ങനെയായിരുന്നു, അതിന്റെ ഹാബിറ്റേറ്റും സ്വഭാവവും അതിന്റെ ശേഷികളും ഇങ്ങനെയായിരുന്നു എന്ന് മനുഷ്യൻ പറയുന്നത്? അത് പലപ്പോഴും ദിനോസർ ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം രൂപരേഖ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഫോസിലുകൾ കിട്ടേണ്ടതുണ്ട്. എന്നാൽ മെഗലഡോണിന്റെ ഒരൊറ്റ അസ്ഥി കൊണ്ടുള്ള ഫോസിൽ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം നമുക്ക് മത്സ്യം കഴിക്കുമ്പോൾ അറിയാമല്ലോ, മീൻ കഴിക്കുമ്പോൾ അറിയാം അതിന്റെ എല്ല് എങ്ങനെയാണെന്നുള്ളത്. എല്ലുകളുടെ കാര്യം എടുക്കുമ്പോൾ മാമലുകളുടെയോ ദിനോസറിന്റെയോ എല്ല് പോലെ അല്ല മത്സ്യങ്ങളുടെ എല്ല്. അത് കാർട്ടിലേജ് ആണ്. നമ്മുടെ മൂക്കിലും ചെവിയിലും കാണപ്പെടുന്ന ബലം കുറഞ്ഞ എന്നാൽ ഘടനാപരമായിട്ടുള്ള ശേഷി നൽകുന്ന അസ്ഥിക്ക് തുല്യമായിട്ട് പരിഗണിക്കാവുന്ന എന്നാൽ കട്ടി കുറഞ്ഞ ഭാഗങ്ങളാണ് പലപ്പോഴും സ്ട്രക്ചറൽ സപ്പോർട്ട് മത്സ്യങ്ങൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മത്സ്യത്തിന്റെ ശരീരത്തിലെ ഏറ്റവും ശക്തമായതും ഒരുപാട് കാലം നിലനിൽക്കുന്നതുമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് മത്സ്യത്തിന്റെ പല്ലുകളാണ്. ഏകദേശം 18 സെന്റിമീറ്ററോളം നീളം വരുന്ന ഭീമാകാരന്മാരായിട്ടുള്ള ഒരൊറ്റ പല്ല് തന്നെ മെഗലഡോണിന് ഉണ്ടെന്ന് പറയുമ്പോൾ 10-200 പല്ലുകൾ അടങ്ങിയ ഒരു വായ ആലോചിച്ച് നോക്കുക. 18 മീറ്റർ നീളം വരുന്ന ഒരു കൂറ്റൻ മത്സ്യം, അതിന്റെ വാ തുറക്കുമ്പോൾ 2.7 മീറ്റർ മുതൽ 3.4 മീറ്റർ വരെ വ്യാസം വരുന്ന ഭീമനായിട്ടുള്ളൊരു വാ. 2 വ്യക്തികളെ അപ്പുറം ഇപ്പുറം നിർത്തി കഴിഞ്ഞാൽ കൂളായിട്ട് വിഴുങ്ങാൻ പറ്റുന്നത്ര ശേഷിയുള്ള മെഗലഡോണുകൾ മനുഷ്യന്റെ ഒരു ശക്തി ഉപയോഗിച്ച് നോക്കിയാൽ, ജോയുടെ ശക്തി ഉപയോഗിച്ച് നോക്കിയാൽ അതിൽ നിന്നും ലക്ഷക്കണക്കിന് പവർ കൂടുതലാണ്. ഉദാഹരണത്തിന് നമ്മളൊരു കടി കടിക്കുമ്പോൾ പരമാവധി നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ബലത്തെ നമ്മൾ ന്യൂട്ടണിൽ കണക്കാക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ വളരെ കട്ടിയേറിയ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഏകദേശം 1300 ന്യൂട്ടനാണ് നമ്മൾ ആ വസ്തുവിൽ കൊടുക്കുന്ന ബലം. അതേസമയം മെഗലഡോണുകൾ ഒരു കടി കടിക്കുമ്പോൾ 1
1,82,000 ന്യൂട്ടൺ ഫോഴ്സ് ആണ് ആ വസ്തുവിലേക്ക് കൊടുക്കുന്നത്. അതായത് ഭൂമുഖത്ത് മെഗലഡോൺ ഉള്ള സമയത്ത് ഏറ്റവും ബലമുള്ള ജീവി, ഏറ്റവും ശക്തനായ കടിയുള്ള ജീവി, ഏറ്റവും വലിയ ഹിംസ്ര ജീവി എന്ന എല്ലാ ആലങ്കാരിക പദങ്ങളും നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് മെഗലഡോണിനായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ 26 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ സംഭവിച്ച ചില മാറ്റങ്ങൾ മെഗലഡോണിന്റെ ആവാസ വ്യവസ്ഥ ഇല്ലാതാക്കുകയും നമ്മൾ പല്ലുകൾ പഠിക്കുന്ന സമയത്ത് ഏകദേശം 3.6 മില്യൺ വർഷങ്ങൾക്ക് മുമ്പും 2.6 മില്യൺ വർഷങ്ങൾക്ക് മുമ്പും ഇത് വംശമറ്റ് പോയതായിട്ടും നമുക്കറിയാം. അതെങ്ങനെ അറിയാം? കാരണം അതിനേക്കാൾ പഴക്കം കുറഞ്ഞ പല്ലുകളൊന്നും നമുക്ക് ഇതുവരെയും കടലിന്റെ അടിത്തട്ടിൽ നിന്ന് എങ്ങും കിട്ടിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മെഗലഡോണുകളുടെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് അത് വലിയ തിമിംഗലങ്ങളെ തിന്നിരുന്നു, വലിയ മത്സ്യങ്ങളെ തിന്നിരുന്നു, മറ്റ് ഷാർക്കുകളെ തിന്നിരുന്നു. എന്തിനേറെ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ പുതിയ കുഞ്ഞുങ്ങൾ ഉയർന്നു വരാൻ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവയെ കടിച്ചു തിന്നുന്ന സ്വഭാവം വരെ ഉണ്ടായിരുന്ന മത്സ്യങ്ങളായിരുന്നു മെഗലഡോണുകൾ എന്നാണ് പറയുന്നത്. പഴയ ഒരു വൈറ്റ് ഷാർക്കിന്റെ ഫോസിലിന്റെ ബോഡി റിബിൽ നിന്ന് മെഗലഡോണിന്റെ പല്ല് കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, പെറുവിൽ നിന്ന് കിട്ടിയ ഒരു പൂർണ്ണമല്ലെങ്കിൽ പോലും മെഗലഡോൺ ആണെന്ന് പറയാൻ കഴിയുന്ന ഒരു ഫോസിലൈസ്ഡ് ആയിട്ടുള്ള ഭാഗമുണ്ട്. അപ്പോൾ അസ്ഥിയല്ല, കാർട്ടിലേജ് ആണ്. അത് പെട്ടെന്ന് നശിച്ചു പോകുമെങ്കിലും പെറുവിൽ നിന്ന് അത്യാവശ്യം നമുക്ക് ഒരു രൂപം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന മെഗലഡോണിന്റെ വളരെ റെയർ ആയിട്ടുള്ള സാമ്പിളുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ കിട്ടിയ പല്ലുകളുടെ സാമ്പിളുകൾ പഠിക്കുമ്പോൾ അവർ കഴിച്ചിരുന്ന ഭക്ഷണം, അവിടെ ഉണ്ടായിരുന്ന സ്വഭാവ സവിശേഷതകളൊക്കെ തന്നെ മനസ്സിലാക്കാം. അതുപോലെ ഷാർക്കിന്റെ ലീനിയേജ് ആയതുകൊണ്ട് തന്നെ പരിണാമത്തിൽ പുറകോട്ട് ചിന്തിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഷാർക്കുകളുടെ പല്ലുമായിട്ടുള്ള അവയുടെ ശരീരത്തിന്റെ ബന്ധം, സ്വഭാവത്തിന്റെ ബന്ധം എന്ന പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് മെഗലഡോണിന്റെ വെറും പല്ലുകൾ ഉപയോഗിച്ച് നമുക്ക് അവയുടെ സ്വഭാവം, ശരീരം, അതിന്റെ ജീവിത രീതി, ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള പഠനം നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. എന്തുകൊണ്ടാണ് മെഗലഡോണുകൾ ഇത്രയും ശക്തനായിട്ടുള്ള ജീവിവർഗം പരിണാമത്തിൽ അതിജീവിക്കാത്തത് എന്നൊരു ചോദ്യമാണ് ഉയർന്നു വരാറുള്ളത്. വൈ ഡു ദേ എക്സ്റ്റിങ്ക്റ്റ്? അങ്ങനെ സംഭവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഗവേഷകർ കണക്കാക്കുന്നത് ഏകദേശം 2.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ആരംഭിച്ച ഒരു ഗ്ലോബൽ കൂളിംഗ് ആണ്. നമുക്കറിയാം, ഭൂമി അത്ര പെട്ടെന്നൊന്നും ഒരു ഐസ് കട്ടയായി പോവുകയോ ചൂടുഗോളമായി മാറുകയോ ചെയ്യില്ല. അതിന് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഒരു പ്രവർത്തന ചരിത്രം ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും കടലിനെ ബാധിച്ച രീതിയിലുള്ള നല്ല തണുപ്പ് ഭൂമിയിൽ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഈ ചൂട് രക്തമുള്ള ജീവികൾക്ക് ചൂടുള്ള ജലാശയങ്ങളിൽ അല്ലെങ്കിൽ വാം വാട്ടറിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കൂ. എന്നാൽ കടൽ മുഴുവൻ തണുക്കാൻ ആരംഭിക്കുമ്പോൾ അവർക്ക് അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ കഴിയാതെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവയുടെ ഇരകൾ മറ്റു ഭാഗങ്ങളിലേക്ക് നീങ്ങി അതിന്റെ കൂടെ പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ജീവജാലങ്ങൾക്കും നിലനിൽപ്പിനായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. മെഗലഡോണിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഒന്ന്, അവർ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തിയിരുന്നത് സീഷോറിലായിരുന്നു എന്നുള്ളത്. സ്വാഭാവികമായിട്ടും തണുപ്പ് ആദ്യം ആക്രമിക്കുക കരകളെയാണ്, സീഷോറുകളെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ സേഫ് ആയിട്ട് വളർത്താൻ കഴിഞ്ഞില്ല എന്നൊരു പ്രശ്നം. 2, വൈറ്റ് ഷാർക്ക് പോലെയുള്ള മറ്റ് ജീവികളുമായിട്ട് ഈ കാലയളവിൽ ഭക്ഷണത്തിന് വേണ്ടി അടി കൂടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള പ്രത്യേകത. കാരണം വൈറ്റ് ഷാർക്കിന്റെ ഫോസിൽ നിന്ന് നമുക്ക് അതിന്റെ പല്ല് കിട്ടിയതിൽ നിന്നും അവർ തമ്മിൽ അറ്റാക്ക് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ നടന്ന കോമ്പറ്റീഷൻ, ഈ കോമ്പറ്റീഷൻ ഇടയ്ക്ക് തന്നെ അവരുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന തരത്തിലുള്ള ടെമ്പറേച്ചർ ഡ്രോപ്പ് സംഭവിക്കുകയാണെങ്കിൽ കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊരു പ്രശ്നം ഉണ്ടാവുകയും ഒരുപക്ഷെ മനുഷ്യനേക്കാൾ കൂടുതൽ കാലയളവിലൂടെ നിലനിന്നിരുന്ന, മനുഷ്യൻ പരിണമിച്ച സമയത്തിന് മുമ്പ് തന്നെ ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിച്ച ഷാർക്കുകൾ ക്രമേണ പ്രകൃതിയോട് മല്ലിട്ട് ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടാകാനാണ് സാധ്യത എന്ന് ഗവേഷകർ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗ്രേറ്റ് കൂളിംഗിന്റെ ഫലമായിട്ട് 43% വെള്ളത്തിൽ ജീവിക്കുന്ന ടോർട്ടോയ്സുകളും 35% കടൽ പക്ഷികളും തന്നെ അക്കാലത്ത് വംശമറ്റ് പോയിട്ടുണ്ട് എന്നാണ് ഗവേഷകർ കണക്കാക്കുന്നത്. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്നും മെഗലഡോണുകൾ കാണപ്പെടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നൊരു കോൺസ്പിറസി തിയറി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ 2018 ജെയ്സൺ സ്റ്റാഥം അഭിനയിച്ച് പുറത്തിറങ്ങിയ മെഗ് കാണുമ്പോൾ കടലിന്റെ അടിത്തട്ടിലുള്ള ഒരു സൾഫർ ലെയറിന്റെ അടിയിലുള്ള ഭാഗത്ത് മെഗലഡോൺ നിലനിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. പക്ഷെ അത്തരത്തിലൊരു സാധ്യത, ഇപ്പോൾ കടൽ ഇത്ര വലുതാണ്, നമ്മൾ അധികം അതിനെ പഠിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു, നമുക്കറിയില്ല കടലിൽ എത്രത്തോളം മറൈൻ ജീവികളുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് മെഗലഡോണുകൾ നശിച്ചുപോയി അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചു പോയി എന്ന് നമ്മൾ പറയുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ആദ്യത്തെ ഉത്തരം ഞാൻ പറഞ്ഞു. അതിന്റെ ഫ്രഷ് ആയിട്ടുള്ള പല്ലുകളൊന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ഒരു ജീവിത കാലയളവിൽ ഇത്രത്തോളം പല്ല് ഒരു സ്രാവ് പൊഴിക്കുമെങ്കിൽ, ഒരു മെഗലഡോണോ ഒരു വൈറ്റ് ഷാർക്കോ ഒരു നോർമൽ ഷാർക്കോ പൊഴിക്കുമെങ്കിൽ, കടലിൽ ഒരുപാട് ഷാർക്കിന്റെ പല്ലുകൾ കിട്ടുന്ന ഗവേഷകർക്ക് മെഗലഡോണിന്റേതാണെന്ന് പറയാൻ കഴിയുന്ന സിഗ്നേച്ചറുള്ള പല്ലുകൾ ഫ്രഷ് ആയിട്ട് കിട്ടേണ്ടതാണ്, ജീവിച്ചിരിക്കുന്ന ജീവികളുടേതായിട്ട് കിട്ടേണ്ടതാണ്. അതാണ് ഒരു പോയിന്റ്. 2, കടലിൽ ഒരുപാട് വലിയ ജീവികളുണ്ട്, തിമിംഗലങ്ങളും മറ്റ് ഷാർക്കുകളും മറ്റ് വലിയ മത്സ്യങ്ങളും ഒക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും അവയുമായിട്ട് ഒരു അറ്റാക്ക് നടക്കാനുള്ള സാധ്യത മെഗലഡോണുകൾ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അത്തരം ജീവികളിൽ ഇതിൻ്റെതായിട്ടുള്ള പാറ്റേണുകളും പാടുകളും ഉണ്ടാകാം. ആക്രമണം നടന്ന് രക്ഷപ്പെടുന്ന ജീവികളാണല്ലോ. എന്നാൽ ഹിസ്റ്റോറിയൻസും
പലയോണ്ടോളജിസ്റ്റും ഒക്കെ പറയുന്നത് മെഗലഡോണുകൾ ഒരു ജീവി അറ്റാക്ക് ചെയ്യുമ്പോൾ ആദ്യം ആക്രമിക്കുക അതിന്റെ ശരീരത്തിൽ കയറിയല്ല, പകരം ചിറകിലും വാലിലുമാണ്. കാരണം അത് നീന്തി പോകാതെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ഒരുപാട് ജീവജാലങ്ങൾ, ഒരുപാട് തിമിംഗലങ്ങളുടെയൊക്കെ ശരീരം നമുക്ക് കടലിൽ നിന്ന് കണ്ടെത്തുകയോ അത്തരം ജീവികൾ നീന്തി പോകുന്നതിന്റെ വിഷ്വൽസ് കിട്ടുകയോ തെളിവ് കിട്ടുകയോ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ മറ്റൊന്ന് വാം വാട്ടർ ജീവികളാണെന്നുള്ളത്, അതായത് ചൂടുള്ള വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളാണെന്ന് വ്യക്തമാണ്. സ്വാഭാവികമായിട്ടും കടലിന്റെ ഒരുപാട് അടിയിലേക്ക് പോയതിനു ശേഷം അവിടെ ചെന്ന് ജീവിക്കാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം കടലിന്റെ അടിയിലേക്ക് പോകും തോറും തണുപ്പാണ്. തണുപ്പുള്ള സാഹചര്യത്തിൽ ജീവിക്കാൻ കഴിയാത്ത ജീവികളാണ് പൊതുവെ സ്രാവുകൾ. അതിന് നമ്മൾ എത്രത്തോളം പറഞ്ഞാലും അതിന്റെ ഹാബിറ്റാറ്റ് അങ്ങനെ മാറാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സർഫസിൽ ഇത്തരം മെഗലഡോണുകൾ, ഇത്രയും സൈസുള്ള ജീവികൾ ഉണ്ട് എങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. പിന്നെ പലതരത്തിലുള്ള സിമുലേഷനുകളും നിലവിൽ നമുക്ക് കിട്ടിയ മെഗലഡോണുകളുടെ സാമ്പിൾ വെച്ചുള്ള അനാലിസിസ് വെച്ച് പഠിക്കുമ്പോൾ ആകെയുള്ള സാധ്യതയുടെ ഏകദേശം 1% മാത്രമാണ് മെഗലഡോണുകൾ ഇപ്പോഴും ഭൂമുഖത്ത് കുറച്ചെങ്കിലും ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളത് എന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇതുവരെയും തെളിവ് കിട്ടിയിട്ടില്ല എന്നുള്ളത്, മെഗലഡോണുകൾ ഇല്ല എന്നുള്ളതിനൊരു സോൾഡ് റീസൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാറ്റേൺ നോക്കുമ്പോൾ നമുക്ക് പല്ല് കിട്ടുന്നില്ല, ജീവികളുടെ പാടുകൾ കാണാൻ കഴിയുന്നില്ല, വാം വാട്ടർ ജീവികളായതുകൊണ്ട് തന്നെ നമ്മുടെ സർഫസ് പഠനങ്ങളിലൊന്നും അത് വരുന്നില്ല. അങ്ങനെ കുറെ ഫാക്ടറുകൾ പരിഗണിക്കുമ്പോൾ ഈ ഒരു ടൈപ്പ് ശരീരപ്രകൃതമുള്ള ഇത്തരം സ്വഭാവമുള്ള ജീവികളെ, ഇത്രയും ക്രൂരരായിട്ടുള്ള സ്രാവുകളെ നമ്മൾ അധികം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ വൈറ്റ് ഷാർക്കുകളെ പോലെയുള്ള ക്രൂരനായിട്ടുള്ള ഷാർക്കുകൾ നിലവിലുണ്ട്. അതുപോലത്തെ വളരെ ശക്തരായിട്ടുള്ള മത്സ്യങ്ങളും അറ്റാക്ക് ചെയ്യുന്ന മത്സ്യങ്ങളും ഒക്കെ നിലവിലുണ്ടെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യം വലിപ്പമുള്ള മത്സ്യങ്ങളെ നമുക്ക് മാപ്പ് ചെയ്യാൻ എളുപ്പമാണ്. ആ കൂട്ടത്തിൽപ്പെടുന്ന മെഗലഡോണുകൾ നിലവിൽ ഭൂമുഖത്തില്ല എന്ന് തന്നെ നമുക്ക് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാം.